പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി വിനീത് ശ്രീനിവാസൻ അണിയിച്ചൊരുക്കി ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ വിജയകരമായിട്ട് പ്രദർശനം തുടരുന്ന ചിത്രത്തിന് 10 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുനിന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പുറത്തുവിടാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മലയാളത്തിന് യുവതാരങ്ങളെല്ലാം തന്നെ അണിനിരത്തി വിനീത് ശ്രീനിവാസനെ ഒരുക്കിയ ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ. കാരണം അത് നോക്കുകയാണെങ്കിൽ മലയാളത്തിലെ പ്രഗത്ഭരായ പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, നിവിൻ പോളി, അതോടൊപ്പം ബേസിൽ ജോസഫ്, നീരജ് മാധവ് തുടങ്ങിയ ആസിഫ് അലി തുടങ്ങിയ മലയാളത്തിലെ ഒട്ടനവധി താരങ്ങളെല്ലാം തന്നെ അണിനിരുന്നപ്പോൾ മലയാള സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് തന്നെയാണ്. ചിത്രം റിലീസ് ചെയ്ത 10ാം ദിവസമായ ശനിയാഴ്ച മാത്രം ചിത്രം ഏകദേശം 2 കോടിക്ക് മുകളിൽ ഇന്ത്യൻ കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രം ഏകദേശം 7 ദിവസം കൊണ്ട് തന്നെ 50 കോടി ക്ലബ് ഇടം നേടിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന് 10 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 58 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഓവർസീസിൽ നിന്ന് മാത്രമായിട്ട് 28 കോടി രൂപ കളക്ട് ചെയ്ത ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് 30 കോടി രൂപയാണ് ഇതിനോടകം കളക്ട് ചെയ്തിരിക്കുക. ഞായറാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതേ ഉള്ളൂ. എന്തൊക്കെയാണ് ഞായറാഴ്ച മികച്ച കളക്ഷൻ തന്നെ ചിത്രത്തിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വിഷു വിന്നറാണെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ആവേശം തന്നെയാണ് വിഷു വിന്നറായിട്ട് മാറിയത്. എന്നാൽ പോലും പരാജയമില്ലാത്തൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിലോട്ട് തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങളിലും ഇതേ കളക്ഷൻ തന്നെ നിലനിർത്താൻ സാധിച്ച ഒരുപക്ഷെ ചിത്രം ഒരു 20-25 ദിവസം കൊണ്ട് തന്നെ 100 കോടി ക്ലബിൽ ഇടം നേടും നമുക്ക് പ്രതീക്ഷിക്കാം. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.